ഭാസ്കര കാർണവർ വധക്കേസിൽ ശിക്ഷാ ഇളവ് നേടിയ ഷെറിൻ ഇപ്പോൾ ജയിൽ മോചിതയായിരിക്കുകയാണ്. 4 മണിയോടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഷെറിൻ പുറത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. പരോളിലായിരുന്നു ഷെറിന്റെ ഉത്തരവ് ഇന്നലെ തന്നെ ജയിലിൽ എത്തിയിരുന്നു. അർജുൻ കല്യാൺ നമുക്കൊപ്പം. അർജുൻ കല്യാൺ, ഷെറിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ആരൊക്കെ എത്തിയിട്ടുണ്ട്? പുറത്തേക്ക് ഇറങ്ങിയോ? സുജിയ 4 മണിയോടെ എത്തി ഷെറിൻ ഈ മോചന ഉത്തരവ് പ്രകാരം ജയിലിലേക്ക് എത്തുകയും അതിനുശേഷം ജയിൽ മോചിതയാവുകയും ചെയ്തിട്ടുണ്ട്. അതീവ രഹസ്യമായി തന്നെയാണ് ഈ പറയുന്ന ജയിൽ അധികൃതരും അതുമായി ബന്ധപ്പെട്ടവരുമെല്ലാം ഷെറിന്റെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വെച്ചത്. ഇപ്പോഴെന്തായാലും ഷെറിൻ ജയിൽ മോചിതയായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും മടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം ഒരു 3:30 കൂടിയാണ് ഷെറിൻ സെൻട്രൽ ജയിലിലേക്ക് എത്തിയത്. 4 മണി 4:15 കൂടി തന്നെ അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഷെറിൻ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ജയിൽ മോചിതയായിട്ടുണ്ട്. ഒരുപാട് പേർ പരോൾ അർഹിക്കുന്ന 20 വർഷം ഉൾപ്പെടെ തടവ് അനുഭവിക്കുന്നവർ ഈ ഇതിന്റെ ഭാഗമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉൾപ്പെടെ പരോളിലായിരുന്നു ഷെറിൻ. ആ പരോൾ കാലാവധി ഈ മാസം 24 വരെ ഉണ്ടായിരുന്നു. ഇന്നലെ ഈ ഉത്തരവ് ഇറങ്ങുമ്പോൾ, ഈ ഉത്തരവ് ഇറങ്ങിയ ശേഷം പരോളിലായിരുന്ന ഷെറിൻ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങാം എന്നതായിരുന്നു. എപ്പോഴാണ് പരോളിൽ നിന്ന് ഷെറിൻ ജയിലിലേക്ക് എത്തിയത്? അതായത് സുജിയ, ഈ ജൂലൈ 22-ാം തീയതി വരെ ഷെറിന്റെ ഈ പറയുന്ന 22-ാം തീയതി വരെ ഷെറിന്റെ ഈ പറയുന്ന പരോൾ കാലാവധി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ പറയുന്ന രീതിയിൽ മോചന ഉത്തരവ് ഗവർണർ തീരുമാനമെടുത്തിട്ടുള്ള ആ മോചന ഉത്തരവ് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുത്ത ആ ഉത്തരവ് ജയിലിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പരോൾ കാലാവധിക്ക് മുമ്പോ അല്ലെങ്കിൽ പരോൾ കാലാവധി തീരുന്ന സമയത്തോ ഷെറിന് ഈ പറയുന്ന രീതിയിൽ ജയിലിലേക്ക് എത്തി മോചനം നേടാവുന്നതാണ്. ആ തരത്തിലാണ് ഇന്ന് വൈകുന്നേരം ഒരു 3:30 കണ്ണൂർ വനിതാ ജയിലിലേക്ക് എത്തുകയും ജയിൽ മോചിതയാവുകയും ചെയ്തിട്ടുള്ളത്. സുജിയ, അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെങ്ങന്നൂർ ഭാസ്കര കാർണവർ വധക്കേസ് പ്രതി ഷെറിൻ ജയിൽ മോചിതയായി. വൈകുന്നേരം 4 മണിയോടെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഷെറിൻ പുറത്തിറങ്ങിയത്. അർജുൻ കല്യാൺ, ഷെറിനടക്കം 11 പേർക്ക് ശിക്ഷാ ഇളവ് നൽകി ജയിലിൽ നിന്ന് വിട്ടയക്കണമെന്ന മന്ത്രിസഭാ യോഗത്തിന്റെ ശുപാർശ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അംഗീകരിച്ചതിന് പിന്നാലെയാണ് ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയത്. 2009-ൽ നടന്ന കൊലപാതകം, ഷെറിന്റെ ഭർത്തൃപിതാവ് ചെറിയനാട് തുരുത്തിന്മേൽ കാരണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാർണവറെ കൊലപ്പെടുത്തി. ഷെറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഇളയ മകൻ ബിനു പീറ്ററുമായി വിവാഹിതയായ ഷെറിൻ പിന്നീട് ഭർത്തൃപിതാവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. കാലപരിധിയാകുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ ഷെറിന് ജയിൽ മോചനം സാധ്യമായിരിക്കുകയാണ്. 2ാം പ്രതിയായ ബാസിത്ത് അലി, മറ്റ് പ്രതികളും സുഹൃത്തുക്കളുമായ ഷാനു റഷീദ്, നഥീൻ എന്നിവർക്കൊപ്പമെത്തിയാണ് കാർണവരെ വധിച്ചത്. ഈ കേസിൽ ഷെറിന്റെ സുഹൃത്തുക്കൾ ബാസിത്ത് അലിയും ഷാനു റഷീദും നിധിനുമൊക്കെ ജയിലിൽ തുടരുകയല്ലേ? സുജിയ, അതായത് ഇന്ന് വൈകുന്നേരം 3:30 എത്തിയത്. അഭിഭാഷകനോടൊപ്പമാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷെറിൻ ഒരുപക്ഷെ എത്തിയേക്കും എന്നുള്ള ചില സൂചനകളൊക്കെ ലഭിച്ചിരുന്നുവെങ്കിൽ കൂടിയും കൃത്യമായ രീതിയിൽ ഒരു ഉറപ്പ് ലഭിച്ചിരുന്നില്ല. ജയിൽ അധികൃതർ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് ഇറക്കിയിട്ടുള്ള ഉത്തരവ് ജയിലിലേക്ക് എത്തിച്ചുവെങ്കിൽ കൂടിയും അതിനുശേഷം എപ്പോൾ ജയിലിലേക്ക് എത്തി ഇത്തരമൊരു മോചനം നേടുമെന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത തുടർന്നിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളുണ്ട്. 2023-ൽ തന്നെ ഷെറിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തടവിൽ നിന്നും മോചിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ, ചില നീക്കങ്ങൾ സർക്കാർ തലത്തിൽ നടത്തിയിരുന്നു. പക്ഷേ അത് ആ ഘട്ടത്തിൽ വിവാദമാവുകയും അതിനുശേഷം വലിയ രീതിയിലെ രാഷ്ട്രീയ ആരോപണങ്ങൾ, ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ചിലർ തന്നെ ഷെറിനു വേണ്ടി ഇടപെടുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ആ ഉത്തരവ് താൽക്കാലികമായി അന്ന്, അതായത് 2023-ൽ 14 വർഷത്തെ തടവ് പൂർത്തിയായ ഘട്ടത്തിൽ മോചനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം താൽക്കാലികമായി മരവിപ്പിച്ചത്. പിന്നീട് ജയിൽ ഉപദേശക സമിതിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പറയുന്ന സർക്കാർ തലത്തിലും അത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ, ചില നീക്കങ്ങളൊക്കെ നടന്നു. എന്നാൽ ഷെറിൻ അതിനിടയിൽ തന്നെ സഹതടവുകാരിയോട് ഒരു കയർക്കുകയും അത്തരത്തിലൊരു അക്രമ സംഭവം ജയിലിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതോടുകൂടി തന്നെ അത് പിന്നീട് വീണ്ടും നീണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഈ സർക്കാർ അതിൽ തീരുമാനമെടുത്ത് ഗവർണർക്ക് അതിൻ്റെ അംഗീകാരത്തിനു വേണ്ടി സമർപ്പിച്ചുവെങ്കിൽ കൂടിയും ഗവർണർ അത് കുറച്ചു കാലത്തേക്ക്, അതായത് ഏകദേശം ഒരു 1.5-2 മാസത്തേക്ക് അത് ഗവർണർ ഒപ്പിടാതെ, അതിനകത്ത് തീരുമാനമെടുക്കാതെ ഗവർണർ രാജ്ഭവനിൽ തന്നെ നിൽക്കുന്ന, അല്ലെങ്കിൽ ആ തീരുമാനം അവിടെ നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന രീതിയിൽ ഗവർണർ സർക്കാർ സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശത്തിൽ അംഗീകാരം നൽകുകയും അതിൻ്റെ ഭാഗമായി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കുകയും ചെയ്തിട്ടുള്ളത്. ആ ഉത്തരവ് കഴിഞ്ഞ, അതായത് മിനിഞ്ഞാന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയത്. അതിനുശേഷം ഷെറിനെ ഈ കാര്യങ്ങൾ, ഉത്തരവ് ജയിലിലേക്ക് എത്തിയിട്ടുള്ള കാര്യങ്ങൾ ജയിൽ അധികൃതർ അറിയിച്ചു. അപ്പോഴും
ഇപ്പോൾ ഈ ജയിലിലേക്ക് എത്തി ഇത്തരം ഒരു മോചനം നേടുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നൽകിയിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.